ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ടയുടെ ഗ്രാസിയ വണ്ടി ജനറൽ സർവീസായിട്ട് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ജനറൽ സർവീസ്, ഓയിൽ ചേഞ്ച്, വാട്ടർ സർവീസ്, പിന്നെ വണ്ടി സ്ലോ സ്പീഡിൽ നിൽക്കുമ്പോൾ ഓഫായി പോകുന്ന ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട് വൈബ്രേഷൻ കേസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കേസാണ് മെയിനായിട്ട് തോന്നണേ. അപ്പോൾ നമ്മൾ വണ്ടി പറഞ്ഞേക്കണ വർക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി വർക്കിൽ കയറിനേക്കാളും ഇപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്ന സമയത്ത് ഓൾറെഡി വണ്ടി റണ്ണിങ്ങിൽ ഓഫായിരുന്നു. എന്നാൽ അത് ഫുൾ ടൈം ഇല്ല, ചില സമയങ്ങളിലാണ് ആ പ്രോബ്ലം കാണിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ സർവീസിനോടനുബന്ധിച്ച് വണ്ടി ബാക്ക് ബ്രേക്കൊക്കെ ലൈനർ ചെക്ക് ചെയ്യാനൊക്കെ അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് കുറേ കൂടി ഉപയോഗിക്കാനുണ്ട്. ഒന്ന് കമ്പനി ലൈനറാണ്. ആ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം. ടയറായാലും അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. നല്ല ടയറാണ് കിടക്കുന്നത് കേട്ടോ. ഹബിനകത്ത് ചെറിയൊരു സ്ക്രാച്ചസ് ഒക്കെ ഫോം ചെയ്തിട്ടുണ്ട്. തൽക്കാലം നമുക്ക് വാട്ടർ പേപ്പർ ഇട്ട് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ, ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. എയർ ഫിൽറ്ററൊക്കെ നോക്കുമ്പോൾ കമ്പനി ഫിൽറ്ററാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെ കിടക്കണേ. തീരെ അഴുക്കുന്നൊന്നും പറയാറില്ല, കുറച്ചുകൂടിയൊക്കെ ഉണ്ട്. അപ്പോൾ ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ആക്കി എടുക്കാം. പിന്നെ അതുപോലെ നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. അത് ക്ലച്ച് ഡ്രൈ ടൈപ്പ് ക്ലച്ചാണല്ലോ നമുക്ക് ഇതിന് വേണം, CVT ക്ലച്ചാണ്. അപ്പോൾ അത് നമുക്ക് ഓയിൽ ലീക്കേജോ കാര്യങ്ങളോ ബെൽറ്റിൻ്റെ കണ്ടീഷൻ, ഗ്രീസിങ് ആവശ്യമുണ്ടെങ്കിൽ ഗ്രീസ് ചെയ്യണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഓൾറെഡി ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് ക്ലച്ചിൻ്റെ ഭാഗം കൂടി ചെക്ക് ചെയ്യുന്നത് കേട്ടോ. ബെൽറ്റൊക്കെ നോക്കി നല്ലൊരു കമ്പനി ബെൽറ്റൊക്കെ കിടക്കണേ, ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. അതായത് ചെറിയൊരു ക്രാക്കൊക്കെ ഉണ്ട്, പക്ഷേ അത് നമുക്ക് പ്രശ്നമാക്കേണ്ടതായിട്ടില്ല. കാരണം നമുക്കത് ഉപയോഗിക്കാം. നമുക്ക് അത്യാവശ്യം ലോക്കൽ ഓട്ടമാണോ ഉള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ട് കിടന്ന് ഓടിക്കോളും, കുഴപ്പമില്ല. തന്നെയല്ല നമ്മൾ ഓരോ സർവീസിലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് പ്രോബ്ലം തോന്നുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സർവീസിൽ നമുക്ക് മാറ്റിയിടാം. പിന്നെ ക്രാങ്ക് ഷാഫ്റ്റ് ആയാലും ക്ലച്ച് ഷാഫ്റ്റിൽ ഓയിൽ സീൽ ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല. ക്ലച്ച് വർക്ക് ചെയ്തിട്ടുള്ള പൊടിയൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് അത്യാവശ്യം. അതൊക്കെ നേരടിച്ച് ക്ലീൻ ആക്കാം. ഇവിടേക്ക് ആയാലും അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് റീസെറ്റ് ചെയ്യാം. കിക്കർ വീലൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. വേരിയേറ്റർ പൊടി, ബോസ് ഡ്രൈവർ, റോളർ അടങ്ങുന്ന യൂണിറ്റാണത്. നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനമുള്ളൂ. ബെൻഡെക്സിൻ്റെ ആയാലും വേറെ പറയത്തൊക്കെ കംപ്ലൈൻറ്റ് ഒന്നും പറയാനില്ല. വർക്കിംഗ് ഒക്കെ സ്മൂത്താണ്. ഇതാണ് എൻ്റെ മെയിൻ യൂണിറ്റ്, ക്ലച്ച് യൂണിറ്റ്. ഇവിടെയൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം തുരുമ്പിൻ്റേതായിട്ടുള്ള പ്രസൻസ് ഉണ്ട്. അപ്പോൾ നമ്മളൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. മെയിനായിട്ട് ഈ ഒരു വീലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കാരണം അതിൻ്റെ ഉള്ളിൽ മൂവ്മെൻറ്റ് കൂടുതലുള്ള പാർട്സുകൾ കൂടുതലാണ്. മൂവ്മെൻറ്റുള്ള പാർട്സുകൾ കൂടുതലായതുകൊണ്ട് തന്നെ നമ്മളത് മാനുവലായിട്ട് അഴിച്ച് ഗ്രീസിങ് നടത്തണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിന് ഓൾറെഡി അതിൻ്റെ ലക്ഷണം കാണിച്ചു തുടങ്ങി, തുരുമ്പണി കാണണം കേട്ടോ. അപ്പോൾ അതൊന്ന് അഴിച്ച് നമുക്ക് ഗ്രീസ് ചെയ്തിട്ടേക്കാം. ക്ലച്ച് ഔട്ടർ യൂണിറ്റ് വേറെ പ്രോബ്ലം ഒന്നുമില്ല, ഒന്ന് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ. പിന്നെ നമ്മളതിൻ്റെ കാർബറേറ്ററുമായി റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലൈൻ്റാണ് വണ്ടി ഓട്ടത്തിൽ ഓഫായി പോകുന്ന പ്രശ്നം. നമ്മൾ ഈ മുമ്പത്തെ സർവീസിലും പറഞ്ഞിട്ടുണ്ടാവും. ഇതിനകത്ത് നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കണ്ടിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും ഫംഗസ് പിടിച്ച രീതിയിലൊരു പൊടി പോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. ഈ കിടക്കണുള്ള ഈ ഐറ്റംസ് ജെറ്റുകളുടെ ഉള്ളിലേക്ക് കയറി ബ്ലോക്ക് ആവാം. അതാണ് മെയിനായിട്ട് ആ കംപ്ലൈൻറ്റ് വരാനുള്ളൊരു റീസൺ. അത് ഈ പൊടി രൂപപ്പെടാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പെട്രോളുമായി റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലൈൻറ്റാണ്. കാരണം ഇപ്പോഴത്തെ പെട്രോൾ എന്ന് പറഞ്ഞാൽ 20% എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അത് നമ്മളുടെ ഈ അലുമിനിയം ബോഡിയാണ് കാർബറേറ്ററൊക്കെ, അതിനൊക്കെ ദ്രവിപ്പിക്കാനുള്ളൊരു കഴിവുള്ള സാധനമാണത്. അത് കൂടുതൽ നാൾ ഇപ്പോൾ നമുക്ക് കാർബറേറ്ററിൻ്റെ ഇടയിൽ അനങ്ങാണ്ടൊക്കെ കുറച്ച് നാൾ കിടക്കുമ്പോഴത്തേക്കും ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഓട്ടം കുറവാണ്, ഡെയിലി ഓട്ടം യൂസേജ് ഇല്ല എന്നുണ്ടെങ്കിൽ കംപ്ലയിൻറ്റ്സ് വരാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. അപ്പോൾ തൽക്കാലം നമുക്ക് എനിക്ക് തോന്നുന്നു കഴിച്ച സർവീസിലൊക്കെ നമ്മൾ അയച്ച് ക്ലീൻ ചെയ്തായിരിക്കും. പക്ഷേ സെയിം സിറ്റുവേഷനിൽ വീണ്ടും റിപ്പീറ്റ് വന്നിട്ടുണ്ട്. ഇത് നമുക്കിപ്പോൾ നിലവിലിപ്പോൾ മാറ്റി ഇപ്പോൾ പുതിയ കാർബറേറ്റർ വെക്കാമെന്ന് വെച്ചാലും നമുക്കിപ്പോൾ കിട്ടാനുള്ള പെട്രോളും സെയിം സാധനം തന്നെയാണ്. അപ്പോൾ വീണ്ടും കംപ്ലയിൻറ്റ്സ് വരാനുള്ള സാധ്യത കൂടുതലാണ്. എല്ലാ വണ്ടിക്കും ഉണ്ട് എന്നല്ല, ഏകദേശം നമുക്കൊരു 30% വണ്ടികളിലും കംപ്ലയിൻറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഈ സ്ലോ ജെറ്റ് ഒന്ന് ക്ലീനാക്കി നോക്കാം. നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് നോക്കാം. കാരണം ആദ്യം ഉപയോഗിക്കാവുന്ന കണ്ടീഷനിലേക്ക് നമുക്ക് ഉപയോഗിച്ച് നോക്കാം. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ പെട്രോൾ ഓവർഫ്ലോ വരെയോ മിസ്സിങ് കാണിക്കുമോ, അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ കാർബറേറ്റർ നമുക്ക് മാറ്റാനാണ് പറ്റുള്ളൂ കേട്ടോ. കാരണം ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ കാർബറേറ്ററിൻ്റെ അടിയിൽ ഈ പൈപ്പ് വഴി പെട്രോൾ പുറത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ മാർഗ്ഗമില്ല, മാറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ അത് നിലവിലിപ്പോൾ അതിൻ്റെ ലക്ഷണമൊന്നും കാണുന്നില്ല. പക്ഷെ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. പക്ഷെ വരാനുള്ളൊരു സാധ്യത നിലവിൽ കൂടുതലാണ്. പിന്നെ അതുപോലെ നമുക്ക് അതിൻ്റെ ചോക്കിൻ്റെ കേബിളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. ആക്സിലേറ്ററിൻ്റെ കേബിളും കുഴപ്പമൊന്നുമില്ല. സെക്കൻഡറി ഫിൽട്ടർ യൂണിറ്റ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് തരാം. ഇവിടെ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കണ്ട സ്പോഞ്ച് ടൈപ്പാണ്. ഇവിടെ നിന്ന് പതുക്കെ അങ്ങനെ പൊളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. വലിയ വിലയൊന്നുമില്ല. നമുക്ക് ഏകദേശം നമുക്കൊരു 50 രൂപ താഴേക്ക് അതിന് കോസ്റ്റ് വന്നുള്ളൂ. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം. സ്പാർക്ക് പ്ലഗ് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടേക്കാം. കാരണം എയർ ഫിൽട്ടർ മാറ്റുമ്പോൾ കൂട്ടത്തിൽ പ്ലഗ് മാറ്റിയിട്ടാകും. പിന്നെ അതുകൂടാതെ നമ്മൾ അതിൻ്റെ വരുമ്പോഴത്തേക്കും അതിൻ്റെ ഡിസ്ക് ബ്രേക്ക് നമ്മൾ ക്ലീൻ ചെയ്യാനൊക്കെ അയച്ചു. ബ്രേക്ക് പാഡൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് മതി. പിന്നെ ടയർ പ്രഷർ, ഫ്രണ്ടും ബാക്കും ടയറിൻ്റെ എയർ പ്രഷറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ബാറ്ററിയൊക്കെ ഇതിപ്പോൾ ഇരിക്കുന്ന ബാറ്ററി പുതിയ ബാറ്ററി ഉണ്ട്, വലിയ പഴക്കമായിട്ടില്ല. 2024 മോഡൽ ബാറ്ററിയാണ് ഇതിപ്പോൾ ഇരിക്കുന്നത്. 2024 മോഡലുണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഞാൻ അതുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് കാണിക്കാം. അതിൻ്റെ ഒരു കണ്ടീഷൻ കൂടി ജസ്റ്റ് കാണിച്ചു തരാം. വാറണ്ടി പീരീഡിലുള്ളതാണ്, വേറെ കംപ്ലയിൻസ് ഒന്നും ഉണ്ടാവില്ല. എന്നാൽ പോലും നമുക്ക് സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നോക്കുമ്പോൾ
ബാറ്ററി ടെസ്റ്റ് ഉള്ളത് കൊണ്ട് അതുകൂടി ഒന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. വോൾട്ട് നോക്കുമ്പോൾ 12.89 വരെ വോൾട്ട് കിട്ടുന്നുണ്ട്. ബാറ്ററി ഞാൻ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്, കംപ്ലയിൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിലവിൽ ഇതിൻ്റെ ഫങ്ഷൻസ് കറക്റ്റ് അല്ലല്ലോ. നിലവിൽ ഇത് ഓക്കെ ആയിട്ടാണ് കാണിച്ചത് കേട്ടോ, കാരണം പ്രോബ്ലം ഇല്ല. നമുക്ക് ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ അതിൻ്റെ ടെർമിനൽ കറക്റ്റ് ക്ലിയർ അല്ലാത്തത് കൊണ്ടാണ് ആ ഫാൾട്ട് കോഡ് കാണിച്ചത്. അപ്പോൾ നിലവിൽ ഇതിപ്പോൾ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. 12.83 വരെ നമുക്ക് അതിൻ്റെ വോൾട്ട് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ കൂട്ടത്തിൽ മാറ്റുന്നുണ്ട്. കാരണം നമുക്കിനി നിസ്സാര കിലോമീറ്റർ കൂടി ഓടാനുള്ളൂ. ഏകദേശം ഒരു 200 കിലോമീറ്റർ കഷ്ട് ചെയ്യണം നമുക്ക് എഞ്ചിൻ ഓയിൽ ഓടിക്കാൻ പറ്റുള്ളൂ. പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് കയറ്റേണ്ട ആവശ്യമില്ല. കൂട്ടത്തിൽ കൂടെ നമുക്ക് മാറ്റണം. ഒരു 200 കിലോമീറ്റർ നേരത്തെയാണ് നമ്മൾ മാറ്റുന്നതെന്നുള്ളൂ. വേറെ പ്രോബ്ലം ഒന്നുമില്ല. കൂട്ടത്തിൽ കൂടെ നമുക്ക് ക്ലിയർ ചെയ്ത് പോകും. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ്, നമുക്ക് ഇത്രയും ചെയ്യുമ്പോൾ തന്നെ ഏകദേശം എസ്റ്റിമേറ്റ് എത്ര വരും നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കണം. വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിച്ചോളാം. എന്തായാലും കുറച്ച് ലേറ്റായിട്ടാണ് കയറിയേക്കണേ, അതനുസരിച്ചിട്ടാണ് വർക്ക് തീരുള്ളൂ കേട്ടോ. കാർബേറ്ററിൻ്റെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓവർഫ്ലോൻ്റെ പ്രശ്നം എന്തെങ്കിലും കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാർബേറ്റർ മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ. അത് ഇപ്പോഴത്തെ പെട്രോളുമായി റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻ്റാണ്. നമുക്ക് പുറമേ നിന്ന് അത് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാനേ പറ്റുള്ളൂ. കംപ്ലയിൻസ് ആണെന്നുണ്ടെങ്കിൽ വേറെ ഓപ്ഷനില്ല, നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും. ഓക്കെ.